പാലക്കാട് ഒറ്റപ്പാലത്ത് നടന്ന ഒരു വിചിത്രമായ മോഷണ കഥയാണിനി. ഇഡ്ഡലി പൊതിയും കയ്യിൽ കരുതി ഒറ്റപ്പാലം പാലപ്പുറത്തെ വീടിന്റെ ഏറ്റവും മുകളിലെ നിലയിൽ മോഷ്ടിക്കാനായി കയറിയ കള്ളൻ ജിപ്സം റൂഫ് പൊളിഞ്ഞ് താഴെ വീണു. ഓടി രക്ഷപ്പെടുന്നതിനിടെ ഇട്ടുവന്ന ചെരുപ്പെടുക്കാൻ മറന്നുപോയി. റൂഫ് പൊളിഞ്ഞു വീണതിനാൽ മോഷണ ശ്രമം പാളിപ്പോയി. എന്തായാലും കള്ളനെ തേടി ഒറ്റപ്പാലം പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റപ്പാലം പാലപ്പുറം കൊട്ടരപ്പാട്ടിൽ ശ്രീനിവാസന്റെ വീട്ടിലാണ് ഇങ്ങനെയൊരു വിചിത്ര മോഷണ കഥ അരങ്ങേറിയത്. ശനിയാഴ്ച പുലർച്ചെ ഏതാണ്ട് 1:45 നായ്ക്കൾ കുരയ്ക്കുന്ന ബഹളം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. തുടർച്ചയായി നായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ടതോടെ വീട്ടിലെ CCTV ക്യാമറ പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരാൾ കയ്യിൽ ഒരു വെളുത്ത കവറുമായി ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് വരുന്നതും വീടിന്റെ ചുറ്റും നടക്കുന്നതും ഗോവണി വഴി മുകളിൽ കയറുന്നതും ഉൾപ്പെടെ CCTVയിൽ പതിഞ്ഞതായി വീട്ടുകാർ കാണുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം ഇയാൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെ വീട്ടുകാർ നാലുപുറവും വീടിന്റെ മുകളിലെ നിലയും പരിശോധിക്കുകയായിരുന്നു. വീടിന്റെ മുകളിലെ നിലയിൽ കയറിയ കള്ളൻ കയ്യിലുള്ള 21 ഇഡ്ഡലികളടങ്ങിയ പൊതി തുറന്നുവെച്ച നിലയിലാണ്. നായ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെടുന്നതിനിടെ മുകളിലെ ജിപ്സം റൂഫ് തകർന്ന് താഴെ വീണതാകാമെന്നാണ് വീട്ടുകാർ പറയുന്നത്. തലേദിവസവും ഇത്തരത്തിൽ നായ്ക്കൾ കൂട്ടത്തോടെ കുരയ്ക്കുന്ന ശബ്ദം കേട്ടതായി വീട്ടുകാർ പറയുന്നു. ഒരു 1:45 നമ്മുടെ ഇവിടെ നായകര വിട്ടു. അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെ രണ്ടാമതൊരു 3:45 നായകര കേട്ടപ്പോൾ നമ്മൾ CCTV നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾ ഗേറ്റ് തുറന്ന് പുറത്ത് പോണ് കണ്ടു. അപ്പം നമ്മൾ അപ്പോഴേക്കും വീട്ടിലെ എൻ്റെ മോനും ഭാര്യയൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു. ആളോട് നിൽക്കാൻ പറഞ്ഞ ആൾ അങ്ങനെ തിരിഞ്ഞു നോക്കാണ്ട് പോയി. പിന്നെ ഞങ്ങൾ CCTV ഒക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇയാൾ വരുമ്പോൾ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു. അത് ഇന്ന് കാലത്ത് നോക്കുമ്പോൾ ഇയാൾ വന്നിട്ട് ഡയറക്റ്റ് പിന്നിൽ നിന്ന് ഞങ്ങളുടെ ബാക്കിൽ നിന്ന് മുകളിലേക്ക് കയറിയുള്ള ഒരു കോണിയുണ്ട്. ആ കോണിയിൽ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോറിൽ കയറിയിട്ട് അവിടെ ഈ പൊതി വെച്ചിട്ടുണ്ട്. ഇന്ന് കാലത്ത് പരിശോധിച്ചപ്പോൾ അതിൽ 21 ഇഡ്ഡലി ഇരിക്കുന്നുണ്ട്. അയാൾ അവിടുന്ന് ഇങ്ങനെ നടക്കാൻ നോക്കിയപ്പോൾ നമ്മളെ ജിപ്സം അടിച്ചൊരു ഫോൾ സീലിംഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ മൂപ്പര് താഴത്തേക്ക് വീണു. അങ്ങനെ എണീച്ച് പോയതായിരിക്കാം. പക്ഷെ പോണതിൻ്റെ മുന്നേ ആൾ വീടിൻ്റെ ചുറ്റും ഒരു 2-3 പ്രാവശ്യം ഒന്ന് റൗണ്ട് അടിച്ചു. അതിൻ്റെ ഉള്ളിൽ ആൾ പറയുന്നുണ്ട് അയ്യോ ഇവിടെ CCTV ഉണ്ടെന്ന്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്കല്ല, കൂടെ ഒരു 1-2 പേര് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മളൊരു നിഗമനം. കാരണം 21 ഇഡ്ഡലി ഒരാൾ കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇയാൾ പോയി. നമ്മളിത് പോലീസിനൊക്കെ അറിയിച്ചു. ഇന്ന് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. SIയും ഒരു കൂടെ ഒരാളും വന്നിട്ട് ഇതൊക്കെ അന്വേഷിച്ച് ഇത് അവർ പരിശോധിക്കാമെന്ന് പറഞ്ഞ് പോയി. വീടിന്റെ ചുറ്റും നടക്കുന്നതിനിടെ CCTV ക്യാമറയുടെ മുന്നിലെത്തി ഇവിടെ CCTV ക്യാമറയുണ്ട് എന്ന് കള്ളൻ പറയുന്ന ദൃശ്യങ്ങളും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലികളുമായി മോഷ്ടിക്കാൻ വീടിന്റെ 2ാം നിലയ്ക്ക് മുകളിൽ കയറി താഴെ വീണ ഈ കള്ളൻ ആരെന്നാണ് ഇപ്പോൾ ഒറ്റപ്പാലം പോലീസ് അന്വേഷിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.